ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു അടിപൊളി കേദാർ മീനിൻ്റെ തല കുടംപുളി ഇട്ട് വറ്റിച്ചതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. തേങ്ങയൊന്നും ചേർക്കാണ്ട് നമുക്ക് കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച ഒരു അടിപൊളി റെസിപ്പിയാട്ടോ. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ അളവിൽ കേദാർ മീനിൻ്റെ തല അതെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 4 കുടംപുളി ആവശ്യമായിട്ടുണ്ട്. അത് 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിരാൻ വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ചതച്ചത്, ഒരു തക്കാളി കട്ട് ചെയ്തത്, 4 പച്ചമുളക് കട്ട് ചെയ്തത് അതും കൂടെ ആവശ്യമുണ്ട്. നമ്മളിനി മൺചട്ടിയിൽ അടുപ്പിലാട്ടോ വയ്ക്കുന്നത്. ഇനി 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ ഉലുവട്ട് പൊട്ടിക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ കേട്ടോ. ഇനി ഇതിലേക്ക് ചതച്ച ചെറിയുള്ളി അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കട്ട് ചെയ്ത് വെച്ച തക്കാളി അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ച കുടംപുളിയില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളം ആവശ്യമില്ല കേട്ടോ, കുടംപുളി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ എണ്ണ ഇട്ട് വഴറ്റി ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച മീനിൻ്റെ തലയുണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ നമ്മുടെ തലയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കും. അതിനാട്ടോ ഒരു 5 മിനിറ്റ് നിർബന്ധമായിട്ട് ഇതുപോലെ ചെയ്യണേ. ഇനി 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 3-4 പച്ചമുളക് നീളത്തിൽ കീറിയത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയതാട്ടോ, അതുകൂടെ ചേർക്കണേ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് ഈ ചാറൊക്കെ ഒന്ന് കുറുകാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പരുവാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല ചൂടാറിയ ശേഷം നമുക്കിത് ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി കേദാർ മീൻ തലക്കറിയാണ്. കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ചത് കൊണ്ട് നല്ലൊരു രുചിയായിരിക്കും കേട്ടോ. ഈസി റെസിപ്പിയല്ലേ. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.